കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 8ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠമായ വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്ന പാഠഭാഗം ഒന്ന് ചർച്ച ചെയ്യാം അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് വിളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ ഒരുപാട് കൃഷികളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ വീട്ടിലും അതേപോലെ തന്നെ പാടങ്ങളിലും ഒക്കെ ഒരുപാട് കൃഷികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്തൊക്കെ തരം കൃഷികളാണ് നിങ്ങൾ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടാവുക? നെൽകൃഷി കണ്ടിട്ടുണ്ടാവും, അതുപോലെ വാഴക്കൃഷി കണ്ടിട്ടുണ്ടാവും. അതേപോലെ ഒരുപാട് വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിളയിക്കുന്നുണ്ട് അല്ലേ? അതായത് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ കൃഷി ചെയ്യുന്ന ഒരു ഒരു നാടാണ് നമ്മുടെ കേരളം അല്ലേ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പേര് നമ്മുടെ ഈ യൂണിറ്റിന് നൽകിയത്? വീണ്ടെടുക്കാം വിളനിലങ്ങളെന്ന്. അപ്പോൾ ഈ വിളനിലങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? എടുക്കേണ്ട എന്താവശ്യമാണ് ഈ വിളനിലങ്ങൾക്ക് ഉണ്ടായത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ? നമുക്ക് നോക്കാം കേട്ടോ. 2 വാക്കുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഭക്ഷ്യക്ഷാമവും ഭക്ഷ്യ സുരക്ഷയും. എന്താണ് ഭക്ഷ്യക്ഷാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപാട് സ്ഥലങ്ങളിൽ, അതായത് ഇപ്പോൾ ഈ ചില രാജ്യങ്ങളൊക്കെ, ആഫ്രിക്ക പോലെയുള്ള ചില രാജ്യങ്ങൾ, അവിടെ ഒരുപാട് ആളുകൾ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടി പട്ടിണി കിടന്ന് അവിടെ അവർക്ക് വേണ്ട ഭക്ഷണമൊന്നും കിട്ടാതെ അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളുടെയൊക്കെ ഫോട്ടോ നിങ്ങൾ പലപ്പോഴും ടി വിയിലായാലും ന്യൂസ് പേപ്പറിലായാലും ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് ഞാനൊരു ചിത്രം കാണിച്ചു തരാം, ഒന്ന് നോക്കൂ കേട്ടോ. ഇവിടെ 2 ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരാൾ കയ്യിൽ ഗോതമ്പ് പിടിച്ചിരിക്കുന്നു. ബാക്കി കുട്ടികളെല്ലാവരും എന്താണ്? കൈ പിടിച്ചിരിക്കുകയാണ് ഒരു ഇത്തിരി ഗോതമ്പ് കിട്ടാനായിട്ട്. അടുത്ത ചിത്രം നോക്കൂ. ഒരു പാത്രത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ 2 ചിത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? അതായത് ഭക്ഷണം, നമ്മൾക്കിപ്പോൾ ഭക്ഷണങ്ങൾ ഒരുപാട് ടൈപ്പ് ഭക്ഷണങ്ങൾ കിട്ടുന്നുണ്ട് അല്ലേ? ചോറും കറിയാണെങ്കിൽ അങ്ങനെ കിട്ടുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ബിരിയാണി കഴിക്കാൻ തോന്നുകയാണ്, അപ്പോൾ നമുക്ക് ബിരിയാണി കിട്ടുന്നുണ്ട് അല്ലേ? പക്ഷേ ഇത്രയൊന്നും ഭക്ഷണമൊന്നും കിട്ടാതെ ജീവിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഭക്ഷണത്തിന് ക്ഷാമം നേരിടുന്ന, ഭക്ഷണം വേണ്ട തോതിൽ ലഭിക്കാതെ വരുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അതുപോലെ നമ്മുടെ രാജ്യങ്ങളിൽ തന്നെ ഉണ്ട്. ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ അതൊക്കെ? അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്തിനെക്കുറിച്ച് മനസ്സിലാക്കാം? ഭക്ഷ്യ ദൗർലഭ്യത്തിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം അല്ലേ? ഒരു വിഷമമുള്ള കാര്യമാണ് അല്ലേ? ഇനി അടുത്തൊരു ചിത്രം നിങ്ങൾ കണ്ടു നോക്കൂ. എന്താണ് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ? നല്ല പച്ചപ്പൊക്കെയുള്ള 2 നല്ല നെൽപ്പാടങ്ങൾ അല്ലേ? ആദ്യത്തെ ചിത്രത്തിൽ നോക്കൂ നിങ്ങൾ. ഒരു ആള് അയാളുടെ കയ്യിൽ നെല്ല് പിടിച്ചിരിക്കുകയാണ് അല്ലേ? അതേപോലെ അടുത്ത ചിത്രം നോക്കൂ. ആ ചിത്രത്തിൽ എന്താണ്? 2 ആളുകൾ നെൽപ്പാടത്തിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. ഒരു സന്തോഷം തരുന്ന ഒരു ചിത്രമാണ് അല്ലേ? ഒരു പച്ചപ്പും നമ്മുടെ കണ്ണിന് കാണുമ്പോൾ തന്നെ ഒരു സുഖമൊക്കെ ഉള്ള ഒരു ചിത്രമാണ് അല്ലേ അത്? അപ്പോൾ ഇതെന്താണ്? ഈ ഒരു ചിത്രം നമുക്ക് ഭക്ഷ്യ സുരക്ഷയെ കുറിച്ചിട്ടും കൂടെ നമുക്കൊരു അവയർനെസ് തരുന്ന ഒരു ചിത്രമാണ് അല്ലേ? നമുക്കൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ഭക്ഷണം നമുക്ക് ലഭിക്കുന്നുണ്ട്, ഭക്ഷണം വേണ്ട രീതിയിൽ നമുക്ക് ലഭിക്കുന്നത് പോലെയുള്ള ഒരു ചിത്രമാണ് ഈ 2ാമത്തെ ചിത്രം അല്ലേ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൈറ്റ് വിക്ടേഴ്സിൻ്റെ അതിലുള്ള ഒരു ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും ഭക്ഷ്യക്ഷാമത്തിനെ കുറിച്ചിട്ടൊക്കെ അല്ലേ? ബംഗാൾ ക്ഷാമം എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഭക്ഷ്യ സുരക്ഷയും ക്ഷാമവും എന്താണെന്ന് നമ്മളിപ്പോൾ നോക്കി. ഇനി നമുക്ക് കൂടുതലായിട്ട് ഭക്ഷ്യ സുരക്ഷയെക്കുറിച്ചിട്ട് അറിയാം. ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാക്കാനുള്ള സാഹചര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭക്ഷ്യ സുരക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ എന്താണ് ഭക്ഷ്യസുരക്ഷ എന്ന്? അതായത് നമ്മൾക്ക് നന്നായിട്ട് ജീവിക്കാനായിട്ട്, എല്ലാവർക്കും നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ലഭ്യമായിട്ടുള്ള, അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക, ആ ഒരു സാഹചര്യമാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ചിത്രം കാണാൻ പറ്റും, ഹരിത വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ് ഈ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ?
പണ്ട് ഒരുപാട് കാലം മുന്നേ ഇന്ത്യയിലും ഇതേപോലെ ഭക്ഷണങ്ങളൊന്നുമില്ലാതെ ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് പട്ടിണി മരണങ്ങൾ ഇന്ത്യയിലും ഒരുപാട് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ ഇങ്ങനെ ആളുകൾക്ക് ഭക്ഷണമില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ 1950 മുതൽ 60 വരെയുള്ള കാലഘട്ടത്തിൽ ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹമാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹവും കുറേ റിസർച്ചൊക്കെ ചെയ്യുന്ന വലിയ വലിയ ശാസ്ത്രജ്ഞരും കൂടെ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു പദ്ധതി നടപ്പിലാക്കി. ഹരിത വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫുഡിൻ്റെ, അതായത് നമ്മളുടെ ഭക്ഷണത്തിൻ്റെ പ്രൊഡക്ഷൻ, ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പല 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 മെത്തേഡുകളും മെത്തേഡുകൾ കൊണ്ടുവരികയാണ് ചെയ്തത്. അതിനെയാണ് ആ ഒരു സമയത്ത് നമ്മുടെ ഭക്ഷണം അത്യുൽപാദന ശേഷിയുള്ള വിളകളും കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചു. അതേപോലെ തന്നെ ആളുകൾക്ക് ഭക്ഷണത്തിൻ്റെ ഒരു ദൗർലഭ്യം എന്ത് ചെയ്തു? പതിയെ പതിയെ കുറഞ്ഞു കുറഞ്ഞു വന്നു. ഓക്കെ, അപ്പോൾ ആളുകൾക്ക് എന്ത് കിട്ടി? ആവശ്യത്തിന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പം നമുക്ക് ഹരിത വിപ്ലവത്തിനെ കുറിച്ചൊക്കെ മനസ്സിലായി അല്ലേ? അതേപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 2013 ഇന്ത്യയിൽ ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസ്സായി അല്ലേ? അതെന്താണ്? തുച്ഛമായ നിരക്കിൽ എല്ലാവർക്കും ഭക്ഷണം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് എന്ത്? ഭക്ഷ്യസുരക്ഷാ ബില്ല് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ കേരള ഗവൺമെൻറ് സുഭിക്ഷ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. നിങ്ങളത് ടീച്ചർ പറഞ്ഞത് ക്ലാസ്സിൽ കേട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനി നമുക്ക് കൂടുതലായിട്ട് ഈ എന്താ പറയുക, നമുക്ക് എങ്ങനെയാണ് ഭക്ഷണം കിട്ടുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്? കൃഷിയിലൂടെയാണ് അല്ലേ? അങ്ങനെ ഉണ്ടാവുമ്പോൾ ഈ കൃഷിയുടെ അല്ലെങ്കിൽ ഈ കാർഷിക മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികൾ ആളുകൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഈ കാർഷിക മേഖലയിൽ ആളുകൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, കർഷകർ ഇപ്പോൾ വയനാട്ടിൽ ഒരുപാട് കർഷകർ ആത്മഹത്യ ചെയ്തു. അതേപോലെ ഇടുക്കിയിൽ കുറേ ഏലം കൃഷി ചെയ്യുന്ന കർഷകർ ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ ഓരോ ആളുകൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള, കർഷക ആത്മഹത്യ കൂടുന്നു ഇന്ത്യയിൽ, അതുപോലെ കേരളത്തിൽ കർഷക ആത്മഹത്യ കൂടുന്നു. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടായിരിക്കും ഈ കൃഷിക്കാർ ഇങ്ങനെ ആത്മഹത്യയൊക്കെ ചെയ്യാനുള്ള ഒരു കാരണം? അതായത് അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ഇപ്പോൾ അതായത് നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മൾ ഒരു കൃഷി ഇറക്കുകയാണ് ഒരു വലിയൊരു സ്ഥലത്ത്, ഒരു 1 2 അല്ലെങ്കിൽ ഒരു 10 ഏക്കർ സ്ഥലത്ത് നമ്മൾ എന്താ ചെയ്യാണ്? നെൽകൃഷി ഇറക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ നെല്ലിൻ്റെ കൃഷി ചെയ്യണ സമയത്ത് നമ്മളെടുത്ത ആവശ്യത്തിന് പൈസയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ബാങ്കിൽ പോവും, ഒരു കാർഷിക ലോണിന് നമ്മൾ എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും അല്ലേ? അങ്ങനെ ഒരു ലോണ് നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം. പക്ഷേ ആ സമയം, ആ ഒരു കാലത്ത് ഭയങ്കര മഴയും ഇടിയും ഒക്കെ വന്നിട്ട് നമ്മുടെ കൃഷിയൊക്കെ എന്ത് ചെയ്തു? വെള്ളത്തിൽ മുങ്ങിപ്പോയി. നമ്മുടെ നെല്ലൊക്കെ എന്തായി? വെള്ളത്തിൽ മുങ്ങിപ്പോയി. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നെല്ല് കിട്ടുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ നെല്ലൊക്കെ ചീഞ്ഞു പോയി. ഈ 10 ഏക്കർ സ്ഥലത്തുള്ള നെല്ല് കംപ്ലീറ്റ് എന്ത് ചെയ്തു? ഒക്കെ നശിച്ചു പോയി. അപ്പോൾ ഇത് നമുക്ക് വീണ്ടെടുക്കണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എടുത്ത ലോണ് അതേപോലെ അങ്ങനെ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്കത് തിരിച്ചടയ്ക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ? നമ്മളെന്താ വിചാരിക്കുക? ഈ കൃഷി ചെയ്തിട്ട് നമുക്ക് കുറേ പൈസ കിട്ടും. ആ പൈസയൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ആ പൈസ, ലാഭം കിട്ടുന്ന പൈസ നമ്മൾ ലോൺ അടച്ച് തീർക്കും. പിന്നെ നമ്മൾ കൃഷി ഇറക്കും. അതൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ നമ്മുടെ കൃഷി എന്തായി? ഭയങ്കര നഷ്ടമായിപ്പോയി. അപ്പോൾ നമുക്ക് എന്താണ്? ആ ലോൺ അടയ്ക്കാനൊന്നും പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമോ? ഇല്ല. ഇത് ഒരു വലിയ പ്രതിസന്ധിയാവും അല്ലേ? ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ കർഷകർ നേരിടുന്നുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് വില നഷ്ടം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ വില നഷ്ടം ഉണ്ടാവുന്നത്? ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു കുരുമുളകിന് ഇപ്പോൾ ഒരു 700 ഉറുപ്പ്യാണ് ഒരു കിലോയ്ക്ക് എന്ന് വിചാരിക്കാം. അതായത് നമ്മൾ വിളവെടുത്ത സമയത്ത് ഇതിൻ്റെ വില ഇത്രയാണ്. പക്ഷേ കുറേ കഴിഞ്ഞ് വരുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുക അതിൻ്റെ പ്രൈസ്, അതായത് വില കൂടുമെന്ന് വിചാരിക്കുക നമ്മൾ. പക്ഷേ ഒരു 10 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ വില വീണ്ടും കുറയുകയാണ്. ഒരു 300 രൂപയിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഭയങ്കര നഷ്ടമല്ലേ നമുക്ക്? 700ഉം 300 എന്ന് പറയുമ്പോൾ ഒരുപാട് നഷ്ടം വരും അല്ലേ? അങ്ങനെയാണ് വില നഷ്ടം സംഭവിക്കുക. രണ്ടാമത്തത് കാലാവസ്ഥാ വ്യതിയാനമാണ്. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മളെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ പ്രളയമൊക്കെ ഉണ്ടായില്ലേ? അതൊന്നും നമ്മൾ വിചാരിച്ച കാര്യമല്ലല്ലോ. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ തന്നെ ഒരുപാട് വ്യതിയാനങ്ങൾ വരുന്നുണ്ട്. അതിനൊക്കെ കാരണം ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ് അല്ലേ? ഹ്യൂമൻ ബീയിങ്സ് തന്നെയാണ്. അതായത് മനുഷ്യരുടെ ഓരോരോ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്നത്. മൂന്നാമത്തെ കാർഷിക മേഖലയിലെ ഒരു പ്രതിസന്ധിയാണ് ഇടനിലക്കാരുടെ ചൂഷണം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സാധനം എന്തെങ്കിലും ഒരു നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൃഷിയുടെ ഒരു ഉൽപ്പന്നം നമ്മൾ വിൽക്കാൻ ശ്രമിക്കുകയാണ്. വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇടനിലക്കാരൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഇയാൾക്ക് വേണമെങ്കിൽ നമ്മളെ പറ്റിക്കാൻ പറ്റും അല്ലേ? അയാൾ നമ്മളെ ഒരുപാട് ചൂഷണം ചെയ്യാൻ പറ്റും. അതാണ് ഇടനിലക്കാരുടെ ചൂഷണം എന്ന് പറയുന്നത്. നാലാമത്തേതാണ് ഉൽപാദന ചിലവ്. അതായത് ഇപ്പോൾ ഓരോ ചില കൃഷികളും കാര്യങ്ങളും ഇറക്കണമെങ്കിൽ ഒരുപാട് ചിലവ് നമുക്ക് വരും. ഇപ്പം നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ? ഒരു ആത്മഹത്യ ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? എന്തുകൊണ്ടായിരിക്കും ഈ കർഷകർ കൂടുതലായിട്ട് ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അതിലൊന്നാണെന്ത്? ഉൽപാദന ചിലവ്. പിന്നെ അഞ്ചാമത്തെ കാര്യമാണ് സ്ഥലപരിമിതി. അതായത് കൃഷി ചെയ്യാൻ വലിയ സ്ഥലങ്ങളൊക്കെ വേണം അല്ലേ? അപ്പോൾ സ്ഥലമില്ലാത്തതും ഒരു പ്രശ്നമാണ്. സ്ഥലപരിമിതി ഉണ്ടാവുന്നതും ഒരു കാർഷിക മേഖലയിലെ ഒരുപാട് പ്രതിസന്ധികൾക്ക് കാരണമാക്കുന്നുണ്ട് അല്ലേ? സ്ഥലമില്ലെങ്കിൽ എങ്ങനെ കൃഷി ചെയ്യുക? ആലോചിച്ച് നോക്കൂ അല്ലേ? ഇനി ആറാമത്തെ കാര്യമാണ് പരിസ്ഥിതി നാശവും ആരോഗ്യ പ്രശ്നങ്ങളും. അതായത് പരിസ്ഥിതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയതാണ് എന്ത്? മലിനീകരണം എന്ന് പറയുന്നത് അല്ലേ? അതാണ് പരിസ്ഥിതി നാശം. അതേപോലെ തന്നെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ പരിസ്ഥിതി നശിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ? അടുത്തതാണ് വിളനഷ്ടം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരുപാട് ലാഭം പ്രതീക്ഷിച്ചിട്ടാണ് ചിലപ്പോൾ നമ്മൾ കൃഷി ഇറക്കുക. ആ കൃഷിയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച അത്ര വിളവ് നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വിള നഷ്ടമാണ്. നമുക്ക് എന്ത് ചെയ്യാണ്? അത്രയും നമ്മുടെ എടുത്തിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്? നഷ്ടമാവുകയാണ് ചെയ്യുന്നത് അല്ലേ? അതാണ് വിളനഷ്ടം. ഇനി അടുത്തതിലേക്ക് പോയാലോ? അടുത്ത ഒരു ഭാഗം കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? കൃഷിയെ എങ്ങനെ ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകാം? അപ്പോൾ ഈ കർഷക മേഖലയിൽ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഇത്രയധികം പ്രതിസന്ധികളുണ്ട് അല്ലേ? ഈ പ്രതിസന്ധികളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കൃഷിയെ ഭയങ്കര ശാസ്ത്രീയമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ കാർഷിക മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതിൽ നമുക്കറിയാം കൃഷി ചെയ്യാൻ നമുക്ക് ആദ്യം എന്താ വേണ്ടത്? മണ്ണല്ലേ വേണ്ടത്. അപ്പോൾ ഈ മണ്ണ് എന്താണ്, എങ്ങനെയാണ് ഈ മണ്ണിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലേ? അപ്പോൾ മണ്ണിനെ കുറിച്ചിട്ട് സസ്യങ്ങളുടെ സ്വാഭാവിക വളർച്ചയ്ക്ക് വളക്കൂറുള്ള മണ്ണ് ആവശ്യമാണ്. നമുക്കറിയാം അല്ലേ? നല്ല വളക്കൂറുള്ള മണ്ണിൽ എന്ത് ചെയ്യും? നന്നായിട്ട് ചെടികളും കാര്യങ്ങളും നന്നായിട്ട് വളരും അല്ലേ? അതാണ് വളക്കൂറുള്ള മണ്ണ് ആവശ്യമാണ് സസ്യങ്ങളുടെ സ്വാഭാവിക വളർച്ചയ്ക്ക്. രണ്ടാമത്തെ പോയിന്റ്, സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് 20ഓളം മൂലകങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ആവശ്യമുള്ള, അതായത് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള മൂലകങ്ങളെ നമ്മൾ എന്താ വിളിക്കുക? അവശ്യ മൂലകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുക? അവശ്യ മൂലകങ്ങൾ. അതിൽ അവശ്യ മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഫോസ്ഫറസ്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇവയൊക്കെയാണ് അവശ്യ മൂലകങ്ങളുടെ ഉദാഹരണങ്ങൾ. ഇനി ഈ മൂലകങ്ങൾ, അതായത് ഈ അവശ്യ മൂലകങ്ങൾ മണ്ണിൽ ലഭിക്കുന്നത് സൂക്ഷ്മജീവികളുടെ ജീർണ പ്രവർത്തനം മൂലമാണ്. എങ്ങനെയാണിത് മണ്ണിൽ ലഭിക്കുക? സൂക്ഷ്മജീവികളുടെ ജീർണ പ്രവർത്തനം മൂലം. ഇതോടൊപ്പം വളപ്രയോഗവും മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. അതായത് നമ്മൾ വളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? പച്ചില വളം ഉപയോഗിക്കും, നമ്മൾ ചിലപ്പോൾ രാസവളങ്ങൾ ഉപയോഗിക്കും. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ വളപ്രയോഗവും മണ്ണിൻ്റെ ഫലപുഷ്ടിയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മണ്ണിൻ്റെ pH മൂല്യവും സഹായിക്കുന്നുണ്ട് മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ. പിന്നെ കുമിളുകൾ, ചിതല്, ബാക്ടീരിയ, ആൽഗകൾ, മണ്ണിര, ഇങ്ങനെയുള്ള സാധനങ്ങൾ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കർഷകരുടെ കലപ്പ എന്ന് പറയുന്നത് എന്തിനെയാണ്? മണ്ണിരയാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവയൊക്കെയാണ് നമ്മുടെ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നത്. ഇനിയും നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ.